മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ റോമർക്കെഴുതിയ ലേഖനം പഠിക്കാനായിട്ട് ആരംഭിച്ചാണ്. അതിൽ ഒന്നാമത്തെ വാക്യത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നമ്മളങ്ങ് നിന്നുപോയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളെ പൗലോസിൻ്റെ പരിചയപ്പെടുത്തുന്ന ഒരു വാക്യമാണ്. 1-2 വാക്യങ്ങൾ. അതിൽ ഒന്നാം വാക്യത്തിൽ ബോൺ സെർവൻ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള ഒരു വേർഡ് വന്നപ്പോഴത്തേക്ക് പിന്നീട് അങ്ങോട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ വന്നു കഴിഞ്ഞിട്ട് അതിലേക്ക് പോകാനായിട്ട് സാധ്യമായില്ല. നമുക്ക് അറിയാം, നമ്മളെയൊക്കെ ദൈവം ഇതുപോലെ ഒരു സെർവൻ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ ദാസനായിട്ട്, ചെറിയവരായിട്ട് ആണ് വിളിച്ചിരിക്കുന്നത്. ദൈവരാജ്യത്തിൽ ചെറിയവർ, ഈ ലോകത്തിൽ ചെറിയവരായിട്ടുള്ളവരാണ് ദൈവരാജ്യത്തിൽ വലിയവർ. അതുകൊണ്ട് പൗലോസ് ചെറിയതായിട്ട് എന്ന് വെച്ചാൽ സെർവൻഹുഡിൽ നിന്നുകൊണ്ടാണ് ഇത് എഴുതുന്നത് തന്നെ. പോൾ എ സെർവൻ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കോൾ ടു ബി ആൻ അപ്പോസ്റ്റൽ. അത് ഞാൻ ബോൺ സെർവൻ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റിൻ്റെ അവിടെ നിർത്തി. ഇനി നമ്മൾ അപ്പോസ്റ്റൽ എന്നുള്ള ആ വേർഡിലേക്ക് നമ്മൾ ഇന്ന് ചിന്തിക്കാമെന്ന് വിചാരിക്കാം. ദൈവം അനുവദിക്കുന്നതനുസരിച്ച് മുമ്പോട്ട് പോകാം. നിങ്ങൾ ദയവായിട്ട് ഇത് ഒരു നോട്ട്ബുക്കും പെൻസിലോ പേനയോ ഒക്കെ ആയിട്ട് ഇത് നോട്ട് ചെയ്യണമേ എന്ന് പ്രത്യേകം പറയും. പൗലോസിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പൗലോസിനെ ദൈവം വിളിച്ച് വേർതിരിച്ചാണ്. അതായത് ഇതിനകത്ത് 1-2 വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത് സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലൻ എന്നാണ് മലയാളത്തിൽ കിടക്കുന്നത്. ഇംഗ്ലീഷിൽ വരുന്നത് ആദ്യം തന്നെ അതാണ്, പോൾ ദ സെർവൻറ്റ്, ബോൺ സ്ലേവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, called to be an apostle separated unto the gospel of God. Called to be an apostle separated unto the gospel of God. പൗലോസിന് നമുക്കറിയാം ലഭിച്ച ജനനവശാൽ ഒരുപാട് ഔന്നിത്യങ്ങൾ പൗലോസിന് ലഭിച്ചിരുന്നു. പൗലോസ് തന്നെ അത് ക്ലെയിം ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ. ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഫിലിപ്പിയർ 3:5-6 വാക്യം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിരിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. ഇത്രയുമൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശൗൽ എന്ന് പിന്നീട് വിളിക്കപ്പെട്ട പൗലോസ് എന്ന് പറയുന്ന ശൗലിന്. ഇത്രയും ക്ലെയിം ചെയ്യാനായിട്ടുള്ള ഔന്നിത്യങ്ങൾ ബൈ ബർത്തിൽ പൗലോസിന് കിട്ടിയിരുന്നു എന്ന് മനസ്സിലാക്കാം. ശരിക്കും യഹൂദ ആളുകളുടെ ഇടയിൽ തന്നെ അത്രയും സീലുള്ളൊരു മനുഷ്യൻ. അത് മാത്രമല്ല, ഗമാലിയലിൻ്റെ കാൽക്കലിരുന്ന് പഠിച്ച് സാധാരണയുള്ള ലോയെ ന്യായപ്രമാണം കൂടാതെ വാമൊഴിയായിട്ട് പറയുന്ന അനേകം കാര്യങ്ങൾ വാമൊഴിയായിട്ട് ഈ റബ്ബിമാർ പഠിപ്പിക്കുന്ന, ഈ വാമൊഴിയായിട്ടും അതുപോലെ റിട്ടണായിട്ടുള്ളതും എഴുതപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ഫാരസി മീൻസ് അതിനുവേണ്ടി സെറ്റപ്പ് പാർട്ട്, അതിനുവേണ്ടി മാറ്റപ്പെട്ട ഒരുവൻ. അങ്ങനെയുള്ള പല യോഗ്യതകളും പൗലോസിന് ഉണ്ടായിരുന്നു. പൗലോസിന് ആ യോഗ്യത ഉള്ളത് മാത്രമല്ല, അവനെ കർത്താവ് കണ്ടു വേർതിരിച്ചതാണ്. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസ് അങ്ങോട്ട് ചോദിക്കുകയാണ്, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ, ഞാൻ സ്വതന്ത്രനല്ലയോ? ഞാൻ അപ്പോസ്തലനല്ലയോ? നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ? കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ? പൗലോസ് സ്ട്രോങ് ആയിട്ട്, എന്ന് വെച്ചാൽ ശക്തിയോടുകൂടി ആർഗ്യൂ ചെയ്യാണ്. ഞാൻ അപ്പോസ്തലനാണ്, ഞാൻ കർത്താവിനെ കണ്ടിട്ടുള്ള അപ്പോസ്തലനാണ്, കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അത് നിങ്ങൾ ആണ് എന്ന് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പം പറയുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്തിലും മാത്രമേ അപ്പോസ്തലനായ പൗലോസ് കൂടെയുള്ള സഹോദരന്മാർ എഴുതുന്നത്. അത്രയും കോൺഫിഡൻസോടുകൂടി കർത്താവ് അവനെ വിളിച്ചു, യേശുക്രിസ്തുവാണ് അവനെ വിളിച്ചത്, പിതാവായ ദൈവമാണ് അവനെ നിയോഗിച്ചത്. ആ മഹാനിയോഗം യേശുക്രിസ്തുവിൽ നിന്നും പിതാവായ ദൈവത്തിൽ നിന്നും തനിക്ക് കിട്ടിയെന്ന് ഉറപ്പോടുകൂടി പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 9:15 ശൗലെ ദൈവം വിളിച്ച സമയത്ത് കർത്താവ് അവനോട് പറഞ്ഞാണ്, നേരിട്ട് കർത്താവിനെ കണ്ടു. കർത്താവ് അവനോട് പറഞ്ഞാണ്,
നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുക്കുന്ന പാത്രമാകുന്നു. ഇത് അനന്യാസ് എന്നൊരു മനുഷ്യനോട് ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ദർശനത്തിൽ ഇത് പറഞ്ഞിട്ട് അവനെ അയക്കുന്നൊരു ഭാഗമാണ് ഇപ്പം വായിച്ചത്. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ഇതാണ്: എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രം. യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവവും ആണ് ഈ പൗലോസിനെ തിരഞ്ഞെടുത്ത് ഈ നിയോഗം ഏൽപ്പിച്ചത് എന്ന് കാണാം. അതുമാത്രമല്ല, അവൻ അപ്പോസ്തലനാണെങ്കിൽ അപ്പോസ്തലൻ്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. അപ്പോസ്തലൻ, കോൾഡ് വൺ, സെൻഡ് വൺ, അവന് അതിനായിട്ടുള്ള ലക്ഷണങ്ങളുണ്ടായിരുന്നു. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അപ്പോസ്തലൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് പല ആളുകളും അപ്പോസ്തലൻ എന്ന പേരുപയോഗിച്ച് നമ്മുടെ യൂട്യൂബിലുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവർ ദയവായിട്ട് ഈ വാക്യം ഒന്ന് മനസ്സിലാക്കിയതിൽ നന്നായിരുന്നു എന്നറിയുന്നു. സെൻഡ് വൺ അല്ലെങ്കിൽ കോൾഡ് ഔട്ട്, വിളിച്ച് ഇറക്കിയിരിക്കുന്നവരെ അപ്പോസ്തലൻ എന്ന് പറയാം. എന്നാൽ 2 കൊരിന്ത്യർ 12:12 പൗലോസ് തന്നെ പറയുന്നു, അപ്പോസ്തലൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നല്ലോ. അതിന് നേരത്തെ 11-ാം വാക്യത്തിൽ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല, ഞാൻ ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. അപ്പോസ്തലൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നല്ലോ. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടും അതുപോലെ അപ്പോസ്തലൻ്റെ ലക്ഷണങ്ങളും എല്ലാം പൗലോസിനുണ്ട്. പൗലോസ് കടന്നുപോയ കഷ്ടതയെക്കുറിച്ച് നമുക്കറിയാം. കപ്പൽ ഛേദത്തിലാകപ്പെട്ടത്, അതുപോലെ പല സമയങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടത്, ജയിലിലായത്, പൗലോസിനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചത്, മൃതപ്രായനായി പൗലോസ് കിടന്ന കാര്യം, ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. അത്രയും സഹിഷ്ണുതയിൽ കൂടി കടന്നുപോയ അപ്പോസ്തലൻ. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും വന്നതായിട്ടും കാണുന്നു. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ സുവിശേഷത്തിൻ്റെ പരിജ്ഞാനവും ഈ അപ്പോസ്തലനെ ലഭിച്ചു. അത് പൗലോസിൻ്റെ ഭാഷയിൽ തന്നെ നമുക്ക് കേൾക്കാം. ദൈവമാണ് അവനെ ഈ സുവിശേഷം അറിയിച്ചത്, അല്ലെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി വിളിച്ചത് എന്ന് വേർതിരിച്ച് വിളിക്കപ്പെട്ടത് എന്നുള്ള ആ വലിയ ചിന്ത തരുന്ന ഭാഗങ്ങളാണ് ഗലാത്യർ 1:11. ഗലാത്യർ 1:11 ഇങ്ങനെയാണ് പറയുന്നത്: സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. മാനുഷ്യമല്ല, മനുഷ്യരിൽ നിന്നല്ല, പിന്നെ ആരിൽ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്. ഞാൻ അത് 12-ാം വാക്യത്തിൽ, അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിന് അത്രേ പ്രാപിച്ചത്. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിന് അത്രേ പ്രാപിച്ചത്. ഈ വാക്യം പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ പ്രാപിക്കുകയും പഠിക്കുകയും ചെയ്യാം. പല കാര്യങ്ങളും നമ്മൾ ബൈബിള് പഠിക്കുകയും പഠിച്ച് പ്രസ്താവിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ദൈവത്തിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് പ്രാപിക്കും. വി ആർ റിസീവിങ് ത്രൂ ദ റെവലേഷൻ. വെളിപ്പാട് കൊണ്ട് നമ്മൾ പ്രാപിക്കും. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വെളിപ്പാട് കൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അന്ന് എഴുതപ്പെട്ട ദൈവവചനം ഇല്ലാത്തതിനാൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം എഴുതാനുള്ളൊരു പ്രേരണയും കൂടി അതിൽ കൂടി ദൈവം വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് പോലും 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് അവിടെ നിങ്ങൾ അറിയേണ്ടതൊക്കെ നിങ്ങൾക്ക് അറിയിച്ചു തന്നു. അറിയാതിരിക്കാനും പല കാര്യങ്ങൾ, വെളിപ്പാടുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് വെളിപ്പെട്ട് തന്നിട്ടില്ല, എഴുതി തന്നിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നൂറ്റാണ്ടിലെ ദൈവത്തിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ പ്രാപിക്കുന്നത് പലതും നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്കുള്ളതാണ്, നമുക്ക് വെളിപ്പെടുത്താനുള്ളതല്ല. നമുക്ക് പേഴ്സണലായിട്ട് ചില ആളുകളോടൊക്കെ ഷെയർ ചെയ്യുമ്പം വെളിപ്പെടുത്തുന്നതിനകത്ത് ഞാൻ അതിനോട് ഒബ്ജക്റ്റ് ചെയ്യുന്നുമില്ല. എന്നാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയൊരു മർമ്മം,
അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തിയായിട്ടും ദൈവം വെളിപ്പെടുത്തിയാണ്. അത് നിങ്ങളെ എഡിഫിക്കേഷൻ, നിങ്ങളെ ഉയർത്തുവാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ക്രിസ്തീയ തലത്തിലെ ഒരു ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് ഉയർത്താനായിട്ട് ദൈവം തന്നിരിക്കുന്നത്. അതെനിക്ക് വെളിപ്പെട്ടു എന്ന് പറഞ്ഞ് ഞാനതൊരു റൂളാക്കി ഞാനത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങൾ, എല്ലാം ആണെന്നല്ല, ചില കാര്യങ്ങളൊക്കെ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് വരുമ്പോഴേ അത് ദൈവദൂഷണോ അല്ലെങ്കിൽ ഉപദേശമായി പോകും എന്ന് ഞാൻ വീണ്ടും പറയാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടിയുള്ളതാണ് പല കാര്യങ്ങളും. എന്നാൽ ദൈവവചനത്തിന് വിപരീതമായിട്ടൊന്നും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുള്ള സാധ്യതയില്ല. എന്നാൽ എന്തെങ്കിലും നമുക്ക് എഴുതപ്പെട്ട ദൈവവചനത്തിന് അതീതമായി നമുക്ക് കിട്ടുന്ന ചില വെളിപ്പാടുകൾ, അത് നമ്മളൊരു റൂളായിട്ട് പറയുകയും അത് പഠിപ്പിക്കുകയും ചെയ്യാനായിട്ട് പാടില്ല. ഇന്ന് ക്രിസ്തീയ ഗോളങ്ങളിൽ പല സുവിശേഷകന്മാരും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച കാര്യങ്ങളൊക്കെ എടുത്ത് അതൊരു റൂളാക്കി മാറ്റി പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. പൗലോസ് പോലും മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് കണ്ട എല്ലാ കാര്യവും നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ട്, തന്നിട്ടുണ്ട് ദൈവവചനത്തിൽ. അതുകൊണ്ട് ദൈവവചനത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ദൈവം തന്നിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുകയും അത് മെഡിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴേ അതിൽ കൂടി ദൈവം പല കാര്യങ്ങൾ റെവലേഷനായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മുടെ ജീവിതം കർത്താവിനെ പോലെ അനുരൂപരായി തീരാനായിട്ട് അത് ദൈവം വെളിപ്പെടുത്തി തരും. എന്നാൽ അതിനപ്പുറമായിട്ട് അത് നമ്മൾ റൂളായിട്ട്, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാം. എന്നെ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിനെ പാമ്പ് കടിച്ചു എന്നിരിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേ ദൈവം വെളിപ്പെടുത്തി പ്രാർത്ഥനയിൽ സൗഖ്യമാകും എന്ന് വെളിപ്പെടുത്തി പ്രാർത്ഥിച്ചു, സൗഖ്യമായി. അത് വിഷപ്പാമ്പാണെന്ന് വിശ്വസിച്ച് ഉള്ള ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ആണോ ഇല്ലയോ എന്ന് അറിയണ്ട, എന്തായാലും അവൻ സൗഖ്യമായി. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, പാമ്പ് കടി ഏറ്റാൽ ദൈവത്തിൻ്റെ വചനത്തിലുമുണ്ട്, സർപ്പത്തിന്മേലൊക്കെ നിങ്ങൾ ചവിട്ടുവാൻ നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തത്തില്ലാത്തതുകൊണ്ട് ആ വചനമൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, പാമ്പ് കടി ഏറ്റവരെ ഒന്നും ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനൊരു റെൻഡയ്ക്ക് കിട്ടിയ റെവലേഷനാണെന്ന് പഠിപ്പിച്ചാൽ അത് ദൈവവചനത്തിന് വിരുദ്ധമാണ്. എന്തുകൊണ്ടത് വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. എല്ലാത്തിനും ബൈബിളിൽ വാക്യമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ ഒരു സ്പെഷ്യൽ റെവലേഷൻ, ദൈവം തന്ന റെവലേഷൻ ഒരു റൂളാക്കി മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. അത് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടിയും ദൈവം തന്നിരിക്കുന്നതാണ്. ഇവിടെ ഈ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ പരിജ്ഞാനം തനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗം ഗലാത്യർ 1:11-12 വാക്യങ്ങൾ. അതിൽ തന്നെ തുടർന്ന് നമ്മൾ താഴോട്ട് വായിച്ചാൽ ദൈവമാണ് അത് കൊടുത്തതെന്ന് 15-ാം വാക്യത്തിൽ പറയുന്നു. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു. 16-ാം വാക്യത്തിലേക്ക് വരുമ്പോഴേ തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ചോദിച്ചില്ല എന്ന് പറയുന്നു. അപ്പോൾ ദൈവത്താലെ വിളിച്ച് വേർതിരിപ്പിക്കപ്പെട്ടവനായിരുന്നു പൗലോസ് എന്ന് കാണുന്നു. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെ ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ്. ഇവിടെയും കാണാം ശൗലിനെ ബർന്നബാസിനെയൊക്കെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചു, പരിശുദ്ധാത്മാവ് വേർതിരിച്ചായിട്ട് കാണാം. അതുകൊണ്ട് ഞാൻ ആ വാക്യത്തിലേക്ക് വീണ്ടും വരികയാണ്. 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യം, വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. എന്തിനാണ്? ദൈവത്തിൻ്റെ സുവിശേഷത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടു. നമുക്കറിയാം, നമുക്ക് എവിടെയാണെങ്കിലും ഏത് വേല ചെയ്താലും സുവിശേഷം അറിയിക്കാം. അതിന് പ്രത്യേകിച്ച് ഒരു വേർതിരിവിൻ്റെ ആവശ്യം ഇല്ല. എന്നാൽ ഇവിടെ പൂർണ്ണമായിട്ടും ദൈവവേല ചെയ്യാനായിട്ട് വിളിച്ചാക്കി പ്രത്യേകമുള്ളൊരു നിയോഗം കൊടുത്തായിട്ടാണ് കാണുന്നത്. ഇന്ന് പലരും ദൈവവേല വിളിയില്ലാതെ ഇറങ്ങി ചെയ്യുന്ന പലരും ഉണ്ട് ദൈവവേല. എന്നാൽ ദൈവവേല ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ ദൈവവേല. എന്നാൽ പൂർണ്ണസമയ സുവിശേഷയ്ക്ക് വേണ്ടി ഒരു വിളി വേണം, സുവിശേഷ ഘോഷണത്തിന് വേണ്ടി ഒരു വിളി വേണം. വിളിയോടുകൂടിയാണ് അത് ചെയ്യേണ്ടത്. അതുകൊണ്ട് കർഷകനായാലും ഉദ്യോഗസ്ഥനായാലും ബിസിനസ്സുകാരനായാലും എല്ലാവർക്കും ദൈവത്തിൻ്റെ വേല ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് ഒരു വിളിയോടുകൂടി ചെയ്യുമ്പോഴേ അത് എന്താണ്, അതൊരു വിശുദ്ധിക്ക് അല്ലെങ്കിൽ ഒരു ദൈവീക പ്രവൃത്തിക്ക് അത് കാരണമായി തീരും. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിച്ച് അവൻ്റെ വിളിക്ക് യോഗ്യരായി ആ വേലയ്ക്കിറങ്ങുന്നവരെ അതനുസരിച്ച് ദൈവത്തിൻ്റെ വലിയ
നന്മകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ അവരുടെ സുവിശേഷ പ്രവർത്തന മേലുണ്ടാകും എന്ന് നമ്മൾ മറന്നു പോകരുത്. ഞാൻ ഇന്നത്തെ എൻ്റെ ആ ഭാഗത്തിൽ ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് ഒരേ കാര്യം പറഞ്ഞാണ്, ഇത്രയേ പറഞ്ഞുള്ളൂ. പൗലോസിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു എന്നുള്ള. ഇന്നലെ പറഞ്ഞ എന്തായിരുന്നു? പൗലോസ് ഒരു ബോൺ സെർവൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ സംസാരിച്ചത് പൗലോസിനെ വിളിച്ച് വേർതിരിച്ചു. ഇന്നും നമ്മളെ ഇതുപോലെ വിളിച്ച് വേർതിരിക്കുന്നുണ്ട് ദൈവം ആരെയും വിളിക്കാതിരുന്നിട്ടില്ല. പഴയ നിയമകാലങ്ങളിലെല്ലാം ഓരോ ദൈവത്തിൻ്റെ ദൗത്യത്തിന് വേണ്ടി, ദൈവം ചെയ്യുന്ന ദൗത്യത്തിന് വേണ്ടി ഓരോരുത്തരെ വിളിച്ച് വേർതിരിച്ചാണ്. അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചു, മോശയെ വിളിച്ച് വേർതിരിച്ചു, അതുപോലെ ഏലിയാവിനെ വിളിച്ച് വേർതിരിച്ചു, ഏലിശായെ വിളിച്ച് വേർതിരിച്ചു, ഈ പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഇതെല്ലാം നമ്മൾ ബൈബിളിൽ നമുക്ക് കാണാം, ഓരോരുത്തരെ വിളിച്ച് ഒരു പർട്ടിക്കുലറായിട്ട് വേർതിരിച്ചിരിക്കുന്നത്. അതുപോലെ ഇന്നും നമ്മളെയും ദൈവം വിളിച്ചിട്ടുണ്ട്. ആ വിളിച്ചതും വേർതിരിവൊക്കെ അറിയണമെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കണം. ദൈവസന്നിധിയിൽ നമ്മളായിരുന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും പൗലോസിനെയും ബർന്നബാസിനെയൊക്കെ വിളിച്ച് വേർതിരിച്ചപ്പോഴാണ് അവരാരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ. ദൈവത്തിൻ്റെ പ്രസൻസിൽ ഇരിക്കുമ്പോഴേ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മൾ നിറയുകയും ദൈവം നമ്മളെ പല കാര്യങ്ങളിൽ സെപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും, ഇപ്പോൾ വേർതിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്ത് ദൗത്യമാണെന്ന് നമുക്കറിയത്തില്ല, ദൈവത്തോട് നമ്മൾ ചോദിക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും നമ്മൾ ബോധ്യമുള്ളവരായിരിക്കണം. നമ്മൾ എന്താണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഏത് രീതിയിലാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കണം. പലരും പലതായിട്ടുള്ള നിരാശകളിലെ, പ്രയാസങ്ങളെ, വേദനകളിലൊക്കെ ഇരിക്കുമ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ദൈവത്തോടൊന്ന് ഈ വലിയ കാര്യം, ദൈവത്തിൻ്റെ മഹത്വം ഒന്ന് പ്രസ്താവിപ്പാനായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുമോ? കഴിഞ്ഞ മാസങ്ങളിലൊക്കെയുള്ള എപ്പിസോഡിൽ പിശാചുമായിട്ടുള്ള പോരാട്ടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ എപ്പിസോഡുകളുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് നമുക്ക് തീഷ്ണത എന്ന മേലങ്കിയെക്കുറിച്ച് ഞാനത് പറഞ്ഞിരുന്നു. തീഷ്ണത എന്ന മേലങ്കി, ആ തീഷ്ണത എന്ന മേലങ്കി എടുത്തുകൊണ്ട് സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി ഇറങ്ങുമ്പോഴേ എന്താ സംഭവിക്കുന്നത്? പൈശാചിക ശക്തികളെല്ലാം എല്ലാ രീതിയിലും വിട്ടുപോകുന്ന ദൈവത്തിൻ്റെ ആ വലിയ ശക്കനയുടെ കീഴിൽ അവൻ്റെ മറവിടത്തിൽ നമ്മളായിരിക്കും നമുക്ക് മനസ്സിലാവും. അവിടെയാണ് വലിയ പ്രൊട്ടക്ഷൻ നമുക്ക് വരുന്നത്. അവിടെ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് ചെയ്യേണ്ടത്? എന്നിലുള്ള വലിയ സന്തോഷം, ജോയ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ മഹാസന്തോഷം മറ്റുള്ളവരോടൊന്ന് പറഞ്ഞു കൊടുക്കുക. തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇന്നത്തെ ചിന്ത നമുക്ക് അനുഗ്രഹമായി എന്ന് വിചാരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയും തിരഞ്ഞെടുപ്പിനെക്കുറിച്ചുമുള്ള ചിന്തകൾ ആണല്ലോ എന്ന് ഞങ്ങൾ ചിന്തിച്ചത്. പൗലോസിനെ വിളിച്ച് വേർതിരിച്ചതുപോലെ ഇന്നും കർത്താവെ, നീ ആളുകളെ നിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ദൗത്യത്തിന് വേണ്ടിയും വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്യുന്നു. പൗലോസ് അതെല്ലാം ക്ലെയിം ചെയ്ത് പറയുന്നു. എന്നാൽ കർത്താവെ, ഞങ്ങൾക്ക് നിൻ്റെ സന്നിധിയിൽ ഒന്നും ക്ലെയിം ചെയ്യാനായിട്ടില്ല. ഞങ്ങൾ കർത്താവെ ആ സെർവൻ്റായിട്ട്, കർത്താവെ ആ ശുശ്രൂഷ ചെയ്യാനായിട്ട്, ആ ദാസനായിട്ട് ദാസിയായിട്ട് നിൻ്റെ കരങ്ങളിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നു. ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുന്നു കർത്താവെ. ഞങ്ങൾ കൂടി നീ തന്നിരിക്കുന്ന ആ വലിയ നിൻ്റെ വചനം കർത്താവെ ഞങ്ങൾ കൂടി മറ്റുള്ളവരിലേക്ക് പുറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷമതകൾ, പ്രയാസങ്ങളിലൊക്കെ ഇരിക്കുന്നവർ ഇത് കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവേ, ഇത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ച പോലെ ഈ റോമർക്ക് എഴുതിയ ലേഖനം പഠിച്ച് തീരുമ്പോഴേ ഞങ്ങളെല്ലാം വലിയ വലിയ പൊട്ടൻഷ്യലായിട്ട് വലിയ ശക്തിയോടുകൂടിയുള്ള ആളുകളായി മാറുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളോട് അടിയനോടും സംസാരിച്ചിട്ടുള്ളതാണല്ലോ. ഇത് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗങ്ങളുടെ പ്രയാസങ്ങളിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില ആളുകൾ ചില ജോലിക്ക് വേണ്ടിയൊക്കെ പരിശ്രമിച്ച് വെയിറ്റ് ചെയ്യുന്നു കർത്താവേ. അവരെ പ്രത്യേകം ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവരെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളെ ദൈവരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കുമോ? ഇന്ന് അറിയാത്ത വഴിയിൽ നിന്ന് നിങ്ങളെ ജോലി തേടി വരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. വലിയ ഒരു വീണ്ടെടുപ്പ് കർത്താവെ അവരുടെ ജീവിതത്തിൽ കൊടുക്കണമേ. കർത്താവെ, ഒരു വരുമാന മാർഗം അവരുടെ ജീവിതത്തിൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അനുഗ്രഹിക്കുന്ന ദൈവമായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, കാലിൻ്റെ മരവിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നു. അനേകം മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. എന്നാലും ആ കാലിൻ്റെ മരവിപ്പ് വിട്ടുപോകാതെ ഇരിക്കുന്ന ചില വ്യക്തികളെ ഇന്ന് യേശു ക്രിസ്തു അവരെ സൗഖ്യമാക്കുന്നു. നിങ്ങൾ
ആ മനസ്സിൽ ആ കൈയൊക്കെ ആ കാലിലോട്ടൊക്കെ ഒന്ന് തൊട്ട് മനസ്സിൽ അല്ലെങ്കിൽ ഉറച്ച ഉയരത്തിൽ ശക്തമായി ഒന്ന് പ്രാർത്ഥിക്കുമോ? ഈ മരവിപ്പെല്ലാം ഇന്ന് മാറിപ്പോവും. യേശുവിൻ്റെ നാമത്തിലെ ആ മരവിപ്പെല്ലാം മാറിപ്പോട്ടെ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ വലിയ വിടുതൽ വീണ്ടെടുപ്പ് നീ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം ദൈവമേ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നമ്മൾ 1-ാമത്തെ വാക്യത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. നമ്മൾ ഇനി അടുത്ത എപ്പിസോഡിൽ 1, 2, 3 വാക്യം തീർക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.